ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ആഷാസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇഫ്താർ ടൈമിലും അതുപോലെ വൈകിട്ട് ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണം മതിയാവും ഇഫ്താറിനൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ വയറ് നിറയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗളിലായിട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈസ്റ്റ് നമ്മുടെ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ആ ഈസ്റ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് കുറച്ചൊന്ന് പൊങ്ങി വരും. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോഴും അങ്ങനെ തന്നെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് തന്നെ ചേർത്തത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ അതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഗരം മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. അത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്ത് വെച്ചാൽ മതി. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ചിക്കനും കൂടി ഈ മസാലയിലേക്ക് ചേർത്തിട്ട് ഇത് നല്ലതായിട്ടും കൂടി മിക്സാക്കി എടുക്കാം. അപ്പോൾ വലിയ പീസ് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഇത് അതുപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം എടുക്കാനായിട്ട്, ചെറിയ പൊടിയായിട്ട് കിട്ടണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടുന്ന ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒറ്റ ബോളാണല്ലോ ഇത്, അത് 2ആയിട്ടൊന്ന് പകുതിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് പരത്തിയെടുക്കും കേട്ടോ. അതായത് നമുക്ക് ഇതിൽ നിന്നും 2 വലിയൊരു ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ ഇത് മൈദ ആയതുകൊണ്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് പരത്തുമ്പോൾ ചപ്പാത്തി പരത്തും പോലെ അത്രയ്ക്കും കൂടി തിന്നാക്കി പരത്തരുത്തിട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വരുമ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതിനോട് കുറച്ച് കട്ടിയോട് കൂടി പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ പരത്തി കഴിയുമ്പോൾ അങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല എന്ന് കരുതിയും കുഴപ്പമൊന്നുമില്ല. അത് ഇതുപോലെ ഒരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് നമുക്കത് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി വന്നത്, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാലൻസ് വരുമല്ലോ, അപ്പോൾ അതാണെങ്കിലും നമുക്ക് ഒന്നുകൂടെ വീണ്ടും ഉരുട്ടിയിട്ട് ഒന്നുകൂടെ പരത്തിയെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് 2 ചപ്പാത്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കണേ അങ്ങനെ ചെയ്തെടുക്കാം. അതിന് രണ്ടാമത്തത് പിന്നീട് പരത്തിയെടുത്ത് വെച്ചാൽ മതി. പക്ഷേ ഞാനിതിപ്പോൾ 2ഉം പരത്തുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ 2ഉം പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പരത്തി മാറ്റി വയ്ക്കണതിൽ നന്നായിട്ട് മൈദ തൂവിയിട്ടൊന്നുമില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തില്ല, അതുപോലെ തന്നെ നമ്മൾ 2ാമത്തെ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. നമ്മൾ പിസയൊക്കെ കട്ട് ചെയ്തെടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ 4 പീസായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഓരോ പീസിലും നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ
ഫില്ലിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിലൊന്നും ആവാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ വരാവുന്ന രീതിയിൽ കണ്ടില്ലേ, സൈഡൊക്കെ ഇത് ഒഴിവാക്കിയിടണം. ഇനി ആ സൈഡിലൂടെ നമുക്ക് ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കണം. പയ്യൊന്ന് ഒരുപാട് കോരി ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒന്ന് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം നനയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് എടുക്കണം. കാരണം എന്താ പറയുക, ഇത് ശരിക്കും ഇത് ഒട്ടിയിരുന്നില്ലെങ്കിൽ ഇതിൻ്റെ നമ്മളെ എണ്ണയിലിട്ട് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് ഇടും. അപ്പോൾ അത് കാരണം കൊണ്ട് ശരിക്കും പ്രസ് ചെയ്ത് തന്നെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തല്ലോ 4 പീസായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയപ്പോഴാണ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചൊന്ന് കീറിയിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ കുറച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ ഫില്ലിങ്ങൊക്കെ ആ ഒരു ചെറിയൊരു ഓട്ടയിൽ കൂടെ പുറത്തേക്ക് ചാടും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയിലിട്ട് ഇട്ട് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, എണ്ണ തെക്കി ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഇത് ഇങ്ങനെ വീർത്ത് വരുള്ളൂ. നമ്മുടെ നല്ല ബലൂൺ വീർത്ത് വരും പോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടേക്കണോണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വീർത്തൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ 2 വശവും നന്നായിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ട്രയാങ്കിൾ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേരൊന്ന് സജസ്റ്റ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.